മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 40 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവഹിതത്തിന് തന്നെയുള്ള ഒരു സമർപ്പണമാണ് ഇവിടെ കുഷ്ഠരോഗി നടത്തുന്നത്. കുഷ്ഠരോഗിക്ക് സൗഖ്യം ആവശ്യമാണ്. കാരണം അവൻ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവനാണ്, മാറ്റി നിർത്തപ്പെട്ടവനാണ്. മുൻപന്തിയിലേക്ക് ഒരിക്കലും അവന് വരാൻ പറ്റത്തില്ല. സ്വന്തം കുടുംബത്തിൽ പോലും അവന് നിൽക്കാൻ പറ്റത്തില്ല. കാരണം കുഷ്ഠരോഗം അത്രമാത്രം മാരകമായ ഒരു രോഗമായിരുന്നു. അവൻ എപ്പോഴും അവഗണിക്കപ്പെട്ടവൻ്റെ കൂട്ടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, അത്രയും അവൻ ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു കുഷ്ഠരോഗം മാറണമെന്ന്. പക്ഷേ അവൻ കർത്താവിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നത് എന്താ? അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് നിന്നെ സമർപ്പിക്കാനായിട്ട് നിനക്ക് സാധിക്കണമെന്നാണ് ഈ വചനം പഠിപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുമ്പോൾ, ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രതിസന്ധികളിലാണ് ഞാൻ നിൽക്കുന്നത്, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിഞ്ഞൂടാ, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം, അത് എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് അടുത്ത വചനത്തിൽ പറയുകയാണ്. എനിക്ക് മനസ്സുണ്ടെന്ന് പറഞ്ഞ് കർത്താവിനെ തൊടുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുഷ്ഠരോഗി ഒരു സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവനാ, ആരും അവനെ തൊടില്ല. പക്ഷേ അവൻ്റെ ആ സമർപ്പണം അവനെ യേശു തൊടാനായിട്ട് അർഹനാക്കി മാറ്റുകയാണ്. ഈശോ അവനെ തൊട്ടു എന്നാണ് പറയുന്നത്. സ്നേഹത്തിൽ അശുദ്ധിയില്ല. ദൈവം സ്നേഹമാണ്. ആ ദൈവത്തിന് മുമ്പിൽ ലോകത്തിൽ ഒന്നും അശുദ്ധമല്ല. അവിടുന്ന് നമ്മളെ തൊടാനായിട്ട് ഒരു അശുദ്ധിയും തടസ്സമല്ല എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അവിടുന്ന് അവനെ തൊട്ടു, നമ്മെയും അവിടുന്ന് തൊടും. ദൈവഹിതത്തിന് നമ്മളെ സമർപ്പിച്ചാലുണ്ടല്ലോ, ദൈവം നമ്മളെ തൊടും. പാപവും കുറവും കണ്ട് ഒരിക്കലും അവിടുന്ന് അകന്നു മാറുകയല്ല, ചേർത്ത് നിർത്തും നമ്മളെ. പ്രിയപ്പെട്ടവരെ, ദൈവഹിതത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുമ്പോൾ ഈ തിരുവചനത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈശോനാഥൻ എല്ലാവരിൽ നിന്നും മാറുക, പക്ഷേ ഇവൻ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് വരുന്നു. അവൻ്റെ പാപവും അവൻ്റെ രോഗവും അവൻ്റെ ഭാരവും ഈശോ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് അവനെ മുൻപന്തിയിലേക്ക് എത്തിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിലും ദൈവം നിന്നെ മുൻപന്തിയിലെത്തിക്കും. നിൻ്റെ കുറവുകളിൽ നിന്ന് ദൈവം നിന്നെ മുൻപന്തിയിലെത്തിക്കും. നിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നിന്നെ മുൻപന്തിയിലെത്തിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ ജീവിതത്തിൻ്റെ കുറവും വേദനകളും എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് നിന്നെ വിജയത്തിലെത്തിക്കുമെന്നാണ് ഈ തിരുവചനം പഠിപ്പിക്കുന്നത് എന്ന് മറന്നുപോയേക്കരുത്. ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കാൻ തയ്യാറായാൽ ദൈവം നിന്നെ തൊടും, ദൈവം നിന്നെ മുൻപന്തിയിൽ എത്തിക്കും. കരങ്ങളെ യാചനയോടെ പിടിച്ചുകൊണ്ട് ഈ ദിവസത്തിന് എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, അധ്വാനങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ, ഇവരിലേക്ക് കൃപയൊഴുകട്ടെ, അനുഗ്രഹങ്ങൾ ഇവരിൽ നിറയട്ടെ, ഇവർ ഓരോരുത്തരും അനുഗ്രഹീതരാകട്ടെ, വിശുദ്ധി ഇവരിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.